വാഗ്ദാന ലംഘനം ഒരു സർക്കാർ പതിവാണോ എന്നതാണ് സിറോ മലബാർ സഭ ഇപ്പോഴും വീണ്ടും സർക്കാരിനോട് ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാ മക്കളുടെ ആവലാതിക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അതിനാണ് ഇപ്പോൾ സഭ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ അതിരൂപതകൾ വലിയ വായിൽ പ്രസംഗിക്കുന്നല്ലാതെ എന്തു ചെയ്യുന്നു എന്നാണ് ചോദ്യം. ജോസ് കെ മാണിയെ ഇടതുപക്ഷത്ത് കൂട്ടുപിടിച്ച് സഭ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ടാക്കേണ്ടേ. അതുകൊണ്ട് ഭിന്നശേഷി അധ്യാപക നിയമനം, ക്രൈസ്തവ കോളേജുകളുടെ വിഷയം, ഇതിലൊക്കെ സർക്കാർ കടന്ന ഇരട്ടത്താപ്പൊക്കെ ജോസ് കെ മാണിക്ക് പോലും കൈകൊള്ളുന്ന വിഷയമാണ്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ പതിനായിരക്കണക്കിന് അധ്യാപകരെയും ന്യൂനപക്ഷ മാനേജ്മെന്റുകളെയും വീണ്ടും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. NSS സ്കൂളുകൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്ന മുഖ്യമന്ത്രി ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അത് ജനാധിപത്യപരമായ വഞ്ചനയാണെന്ന് ഇപ്പോൾ സിറോ മലബാർ സഭ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി 2025 ഒക്ടോബർ 13 മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിൽ ഒരു ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട് NSSന് ലഭിച്ച വിധി മറ്റ് എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇത് ക്രൈസ്തവ വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെട്ടിയിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നു എന്നാണ് ഇപ്പോൾ സഭ സർക്കാരിനോട് ചോദിക്കുന്നത്. 2025 മാർച്ച് 4 ലഭിച്ച സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന ഈ വിഷയത്തെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വലിച്ചിടിച്ചത് ബോധപൂർവമാണെന്ന ആക്ഷേപം ശക്തമാണ്. സുപ്രീം കോടതി വീണ്ടും 6 ആഴ്ചകൾക്ക് ശേഷമാണ് ഇനി ഈ കേസ് പരിഗണിക്കുക. ഇതിൽ നിന്നും പ്രശ്നപരിഹാരമല്ല, കേസ് അനന്തമായി ലാവ്ലിൻ കേസ് പോലെ നീട്ടിക്കൊണ്ടുപോകുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തം. ന്യൂനപക്ഷ വേട്ട ഇവിടെ നിർലോഭം തുടരുന്നു. അധ്യാപക നിയമനങ്ങളിൽ സർക്കാർ കാണിക്കുന്ന കടുംപിടുത്തം വിവേചനപരം തന്നെയാണ്. സർക്കാർ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാണ്. എങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ജനറൽ കാറ്റഗറി നിയമനങ്ങൾ തടഞ്ഞു വെക്കുന്നത് ദ്രോഹ നടപടിയെന്ന് സിറോ മലബാർ സഭ സർക്കാരിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 16,000-ലധികം അധ്യാപകരാണ് ഈ സർക്കാരിൻ്റെ ക്രൈസ്തവ വിരുദ്ധതയുടെയും ജനദ്രോഹ നയങ്ങളുടെയും ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ അധ്യാപകരുടെ ദുരിതം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കുടുംബങ്ങളുടെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നതാണ് സർക്കാരിൻ്റെ പുതിയ നിലപാട്. ഒരു വശത്ത് ഭിന്നശേഷി സംവരണം എന്ന് പറയുകയും മറുവശത്ത് നിലവിലുള്ള അധ്യാപകരുടെ ജീവിതം തകർക്കുകയും ചെയ്യുന്ന രീതിയെ അംഗീകരിക്കാനാകില്ല. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത, കോടതി വിധികളെ തങ്ങൾക്ക് അനുകൂലമായി മാത്രം വ്യാഖ്യാനിക്കുന്ന ഈ സർക്കാർ വിശ്വസിക്കാനേ കൊള്ളില്ലെന്ന പൊതുവികാരം ഇപ്പോൾ തികച്ചും ന്യായമാണെന്ന് സിറോ മലബാർ സഭ അടിവരയിട്ട് പറയുകയാണ്. സഭയ്ക്കുണ്ടാകുന്ന മുറിവ് അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിനെ എങ്ങനെ ബാധിക്കുമെന്ന് സഭയ്ക്ക് പോലും പറയാനാകാത്ത വ്യക്തമായൊരു ഉത്തരം നൽകാനാകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ.